വെൽക്കം ടു ജാസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ യാക്നി പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ നോമ്പിനും ആയാലും പെരുന്നാളിനായാലും അല്ലെങ്കിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ഒരു വലിയ ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 കഷ്ണം കറുവപ്പട്ട, ഒരു 5 ഏലക്ക, ഒരു 2 കറുത്ത ഏലക്കയും പിന്നെ ഒരു 6 കരയാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സവാള ഇതേപോലെ അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു വിസിൽ വരുത്തിയിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ അതിലേക്കൊരു 4 കപ്പ് ബസ്മതി റൈസ് എടുക്കുന്നുണ്ട് കേട്ടോ. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്കൊരു 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഈ സവാള. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു വിസിൽ വരുത്തിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ മാത്രമായിട്ട് ഇതിനെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാത്രമായിട്ട് ഇതിനെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു വെള്ളം അരിച്ചെടുക്കണം കേട്ടോ. ഈ വെള്ളം ചോറിലേക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ സവാള ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സവാള എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വേവിച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എത്രയാണോ നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് വെള്ളം കിട്ടുന്നത് അപ്പോൾ അത് അളവ് നോക്കിയിട്ട് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കണം. ബാക്കി എത്ര വെള്ളമാണോ പോരാത്തത് ആ വെള്ളം ഒഴിച്ച് കൊടുക്കുക. 4 കപ്പ് ബസ്മതി റൈസിന് ഞാനിവിടെ ഒരു 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ നല്ല തിള വരുന്ന സമയത്ത് നമുക്ക് അരിയിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് മാത്രം മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അരി ഇട്ടതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ഇതേപോലെ അരി ഇങ്ങനെ മുകളിൽ കാണുന്ന സമയത്ത് നമുക്ക് തീ നന്നായിട്ട് കുറച്ചിടാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊന്നെല്ലാം കൂടിയിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിലേ പച്ചമുളക് ചേർക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 5 പച്ചമുളക് ഇതേപോലെ നടുവേ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ ഇടുന്ന സമയത്ത് തന്നെ പച്ചമുളക് ഇടണം കേട്ടോ. അതെല്ലാം എങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ടൊരു 7-8 മിനിറ്റ് ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക്
കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരുന്ന കുറച്ച് സവാളയില്ലേ, അതും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ യാഗ്നി പുലാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇതുവരെയും ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഇത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രീതിയാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണ് കേട്ടത്. ഇതുവരെയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു.